എനിക്കിങ്ങനെ അഭിനയിക്കുന്ന ഇഷ്ടമാണ്. എനിക്ക് റിയൽ സീരിയൽ വിളിച്ചു ചേട്ടാ, സീരിയൽ വിളിച്ച് പരസ്പര സിനിമയിൽ മറ്റേ ദീപ്തിയില്ലേ, മറ്റേ പോലീസ് ഓഫീസർ, ആ സിനിമ മറ്റേ ഗുണ്ടകൾ ആവശ്യമുണ്ടെന്ന് പറയില്ലേ, ആ കൂടുക്കാതെ ആ സമയത്ത് മറ്റേ കൂട് ലുക്കുള്ളവരെ വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് കൂട് ലുക്കുള്ളവരെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മോഹം മറ്റേ ഇങ്ങനെ മുടിയൊക്കെ സത്യമായിട്ട് ഞാൻ പിന്നെ അഭിനയിക്കും. ഈ ക്യാമറയുടെ മുന്നിൽ എത്തുമ്പോ എനിക്ക് ചിരി വരും. മണ്ടന്മാരൊക്കെ അഭിനയിക്കൂലേ, അതിന് പറ്റിയ നീയാണ്. സലീകുമാറില്ലേ ആ വേഷത്തില്. അപ്പൊ ഡയറക്ടർ എത്ര ഒറിജിനാലിറ്റി വേണ്ട, ഇത്ര ഒറിജിനാലിറ്റി വേണ്ട, കുറച്ച് അഭിനയിക്കുന്നത്. ഇങ്ങനെ ജീവിക്കരുത്, അവർക്ക് അറിയില്ലല്ലോ ഒറിജിനലാണ്. സാറ് ഞാൻ അഭിനയിച്ചല്ല, ഞാനിങ്ങനാണ് സാറ്. അന്ന് അവര് മനസ്സിലാക്കി ഹേമന്തിന്റെ നടന വിസ്മയം. ഹേമന്ത് നീ ആലോചിക്കുക, ഈ നാട്ടിലിപ്പോ അഭിനയത്തിലൊക്കെ ഉണ്ടെങ്കിൽ പത്മശ്രീ, ഭരത്, ഹേമന്ത്. ഞാൻ അനുഭവമുള്ള കാര്യം എടുത്തിട്ട് ഇപ്പൊ വീണ്ടും തിരിച്ചു നോക്കി. പത്മശ്രീ, ഭരത്, ഹേമന്ത്. പിന്നെ വീട്ടുകാർ വിടാത്തോണ്ട് ഓൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് ഓൻ പറഞ്ഞു. അല്ലടാ, ഓനെ മിലിറ്ററിയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഓനെ എടുക്കാൻ വേണ്ടി നിന്നാന്ന്. പിന്നെ അവൻ പറഞ്ഞു മിലിറ്ററിയിൽ ഇതെന്തോ പണ്ടത്തെ പഴയ വെച്ച് കൈമാറ്റ കച്ചവടം, മിലിറ്ററിക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തോണ്ട്. മമ്മൂട്ടി ശരീരം വെച്ചിട്ട് കാരണം എത്ര കൊടുത്തു വയ്ക്കില്ല. ഇവനെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവര് പ്രശ്നം എന്താ അറിയോ, ഇവൻ ചിലപ്പോ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവൻ തിരിഞ്ഞ് സ്വന്തം ടീമിൽ തന്നെ വെടിവെച്ചാലോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഗുണ്ട കേട്ടോ, എടാ തീവ്രവാദി ഗുണ്ട രണ്ടാണ്. അണ്ണ ഞാൻ നന്നായി അഭിനയിക്കും, നിന്റെ അഭിനയം ഒന്നും വേണ്ട, മുഖം മറച്ചു തരും, ഇങ്ങനെ പിടിച്ച് നിന്നാൽ ബാക്കിയൊക്കെ ഞാൻ അടിച്ചത് കയറ്റിക്കോളാം.